ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് ഒക്ടോബർ 29 ഓടുന്ന സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് ആദ്യം തന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. പെറ്റ് ഡിറ്റക്റ്റീവ് ഇന്ന് 14-ാം ദിനത്തിൽ ഓടുകയാണ്. ഈ ഒരു സിനിമ ഇന്ന് 484ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 9,000-ഓളം ടിക്കറ്റുകളാണ് ഇതുവരെ സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഇടിവ് സിനിമയ്ക്കുണ്ട്. ഇന്ന് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്ന ട്രാക്കിങ്ങിലൂടെ 14,42,000 രൂപയോളമാണ്. അതായത് ഇന്നും സിനിമ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് ട്രാക്കിങ്ങിലൂടെ മാത്രമായിട്ട് തന്നെ. ഇന്നലെ സിനിമയ്ക്ക് 21,88,000 രൂപയും തൊട്ട് മുമ്പത്തെ തിങ്കളാഴ്ച ദിനത്തിൽ 20,96,000 രൂപയുമാണ് വന്നത്. ഇവിടെ നമ്മൾ ഇന്നും 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുകയാണ്. അതായത് ആവറേജ് 40 ലക്ഷം അല്ലെങ്കിൽ 35-40 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ട്രാക്കിങ്ങിലൂടെ മാത്രമായി 7,86,00,000 രൂപയാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് സിനിമ 10 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു. അതായത് 9.5 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായി എത്തിയിരിക്കുന്നത്. ഫൈനൽ ഈ ഒരു കളക്ഷൻ നോക്കി വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ 10 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഈ ഒരു സിനിമ ഒരു വലിയ ഹിറ്റിലേക്ക് മാറുകയാണ്. ഷറഫുദ്ദീൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ഹിറ്റിലേക്ക് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഫാമിലിയെ അട്രാക്റ്റ് ചെയ്ത ചിത്രമായി മാറുകയാണ് ഈ ഒരു സിനിമ. ഇനിയും നമുക്ക് അടുത്ത ദിവസം റിലീസ് ചെയ്യാൻ പോകുന്ന ഡയസീറ എന്ന പ്രണവ് മോഹൻലാലിൻ്റെ ചിത്രത്തിൻ്റെ കളക്ഷനിലേക്ക് കടന്നു വരാം. സിനിമയ്ക്ക് പ്രീമിയർ ഷോ ചാർട്ട് ചെയ്തിരിക്കുകയാണ്. നാളെയാണ് പ്രീമിയർ ഷോകൾ നടക്കുന്നത്. ഇപ്പോൾ തന്നെ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പ്രീമിയർ ഷോയിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് ലഭിച്ചതായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ആ ഒരു ബുക്കിങ്ങുകൾ കൂടെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും 50 ലക്ഷം രൂപ ഇന്ന് സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ ആദ്യ ദിനങ്ങളിലേക്ക് കടക്കുന്നത് എന്ന് തന്നെ പറയാം. ഇനി ബാൾട്ടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ബാൾട്ടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഒരു മാസം പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 34-ാം ദിനത്തിലും സിനിമയ്ക്ക് 10ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 38% തിയേറ്റർ ഓക്യുപ്പൻസി. ഇന്നലെ 55% സിനിമയുടെ ഓക്യുപ്പൻസി. 12 ഷോകളിൽ നിന്ന് 800ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഇന്ന് ഇതുവരെ 1 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അതായത് 94 ലക്ഷം രൂപ ഇതുവരെ വന്നിരിക്കുകയാണ് സിനിമയ്ക്ക്. 94,000 രൂപ വന്നിരിക്കുകയാണ്. 1 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് വരികയാണ്. ഇന്നലെ 1,27,000 രൂപയോളമാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ വന്നത്. തിങ്കളാഴ്ച 1,49,975 രൂപയുമാണ് സിനിമയ്ക്ക് വന്നത്. ഇന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രമായി 7,80,00,000 രൂപ കടന്ന സിനിമ 9.5 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നടന്ന് 10 കോടിയിലേക്ക് ടച്ച് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും വമ്പൻ ഹിറ്റിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും. എന്തായാലും ഡ്യൂഡ് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. അന്യഭാഷയിൽ നിന്ന് വന്ന ഈ ഒരു ചിത്രം 13-ാം ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു 208ഓളം ഷോകളുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കഴിഞ്ഞ സിനിമകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഷോയാണ് ഈ സിനിമയ്ക്കുള്ളത്. 3,853ഓളം ടിക്കറ്റുകൾ ഇതുവരെ വിറ്റുപോയി. ഇന്നലത്തേന് സമാനമായ രീതിയിലുള്ള ഓക്യുപ്പൻസിയാണ്. 7% ഓക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇതുവരെ 6,03,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഫൈനലായി വന്നത് 7,96,000 രൂപയോളമായിരുന്നു. ഇന്ന് സിനിമ 7.5 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുക തന്നെയാണ്. അതായത് 12-15 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ആവറേജായി വന്നുകൊണ്ടിരിക്കുന്നത്. 3,27,00,000 രൂപ ട്രാക്കിങ്ങിലൂടെ വന്ന സിനിമ 4 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ടച്ച് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പ്രദീപിൻ്റെ ഹാട്രിക് 100 CR മൂവിയായി മാറിയിരിക്കുന്നു. ഈ ഒരു സിനിമ 150 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. പ്രദീപും മമിത ബൈജുവുമാണ് പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. എന്തായാലും വമ്പൻ സംഭവമായി സിനിമ മുന്നോട്ട് പോകുന്നു. കാന്താര എൻ്റെ കഥയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കാന്താര ഇതാ OTTയിലേക്ക് എത്തുകയാണ് അടുത്ത ദിവസം. ഈ 28-ാം ദിനത്തിലും സിനിമയ്ക്ക് 383ഓളം ഷോകളാണുള്ളത്. 7,300ഓളം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നു. 11,98,000 രൂപ, അതായത് 12 ലക്ഷം രൂപ ഇതിനോടകം തന്നെ സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുകയാണ്. നല്ല കളക്ഷനായിട്ട് തന്നെയാണ് സിനിമ സ്റ്റഡി ആയിട്ട് തന്നെ പോകുന്നത്. ഇന്നലെ 17,31,000 രൂപയും അതിന് തൊട്ട് മുമ്പത്തെ ദിവസം 16,59,000 രൂപയാണ് സിനിമയ്ക്ക് വന്നത്. അതായത് സിനിമ ആവറേജ് ആയിട്ട് 22-24 ലക്ഷം രൂപ ഡെയിലി നേടുന്നു എന്നുള്ളതാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട്. 57 കോടി രൂപയാണ് സിനിമ ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. 50,54 ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ മാത്രമേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് വന്നിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 900 കോടി എത്തിയോ എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം നോക്കിയിരിക്കുകയാണ്. അവസാനമായി വന്ന അപ്ഡേറ്റുകൾ പ്രകാരം 818 കോടി വരെയായിരുന്നു വന്ന്. അത് വന്നിട്ട് ഒരാഴ്ചയാകുന്നു. തീർച്ചയായും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ട് സിനിമ 900 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കേരളത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ട്രാക്കിങ്ങിലൂടെ മാത്രം 31,000ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
31,90,000 മുകളിലുള്ള ടിക്കറ്റുകളും വിറ്റുപോയത് ട്രാക്കിങ്ങിലൂടെ തന്നെ വരുന്നു. ഓവറോൾ കേരള ഓക്യുപ്പൻസി മാത്രം 37% വരുന്നു. വലിയ രീതിയിലുള്ള ഹൗസ്ഫുൾ ഷോസും കാര്യങ്ങളുമൊക്കെയാണ് ഏകദേശം നമുക്ക് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്ത് മാത്യു തോമസ് നായകനായി എത്തിയിരിക്കുന്ന നൈറ്റ് റൈഡേഴ്സിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. സിനിമയുടെ 6ാം ദിവസമാണ് ഇന്ന്. ഈ 6ാം ദിനം 437ഓളം ഷോകളാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 7,500ഓളം ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. സിനിമയ്ക്ക് 11,91,000 രൂപയോളമാണ് ഇന്ന് ഇതുവരെ വന്നിരിക്കുന്നത്. ഇന്നലെ സിനിമയ്ക്ക് 572 ഷോകളിൽ നിന്ന് 21 ലക്ഷം രൂപയും തിങ്കളാഴ്ച സിനിമയ്ക്ക് 600 ഷോകളിൽ നിന്ന് 13,800ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 22 ലക്ഷം രൂപയുമാണ് സിനിമയ്ക്ക് വന്നത്. 3ാം ദിവസം, അതായത് ഞായറാഴ്ചയും ശനിയാഴ്ചത്തെയും കളക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞായറാഴ്ച സിനിമയ്ക്ക് 67 ലക്ഷം രൂപയും ശനിയാഴ്ച 55 ലക്ഷം രൂപയുമാണ് നേടിയത്. സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റിലീസായിട്ടുണ്ടായിരുന്നത്. അന്ന് സിനിമയ്ക്ക് വന്നത് 49 ലക്ഷം രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ വന്നത്. ഇന്ന് ട്രാക്കിങ്ങിലൂടെ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 2,27 ലക്ഷം രൂപയാണ്. അതായത് സിനിമ 3,4 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ബൈസൺ കാലമടൻ എന്ന ചിത്രത്തിൻ്റെ അന്യഭാഷ ചിത്രത്തിൻ്റെ 13ാം ദിനത്തിലെ കളക്ഷനിലേക്ക് വരാം. 104ഓളം ഷോകളാണ് സിനിമയുടെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 11% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 3,83,000 രൂപയോളമാണ് ഇന്നും വന്നിരിക്കുന്നത്. ഇന്നലെ 6,38,000 രൂപയോളമാണ് സിനിമ നേടിയെങ്കിൽ ഇന്ന് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടുമെന്നുള്ളത് ഉറപ്പാകുകയാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രമായിട്ട് സിനിമയ്ക്ക് 1,10,00,000 രൂപ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 1.5 കോടിക്ക് അടുത്ത് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ നേടി ഒരു വലിയ വിജയമായി മാറിയിരിക്കുന്നു. മാരി സെൽവരാജ് സംവിധാനം ചെയ്ത ധ്രുവ് വിക്രം നായകനായി എത്തിയ ചിത്രമാണ് ബൈസൺ കാലമടൻ. എന്താണെങ്കിലും സ്റ്റഡിയായിട്ട് തന്നെയാണ് സിനിമയുടെ കളക്ഷൻ എല്ലാ ദിവസങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10 ലക്ഷം രൂപയ്ക്കടുത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷകരമായ കാര്യമാണ്. ഈ ഒരു അന്യഭാഷാ ചിത്രവും വലിയ ഒരു വിജയമായി മാറിയിരിക്കുകയാണ്. 3ഓളം ചിത്രങ്ങളാണ് ഇക്കുറി ദീപാവലിക്ക് സിനിമ തിയേറ്റർ ഈ സീസണിലെത്തിയതെങ്കിൽ 3-ൽ 2 വലിയ വിജയമാകുന്ന കാഴ്ച നമുക്ക് കേരളത്തിൽ കാണാൻ കഴിഞ്ഞു. ഇനി ലോകയുടെ ഫൈനൽ റണ്ണിലേക്ക് പോകുന്നു. ലോക ഇതാ OTTയിലേക്ക് നാളെ രാത്രിയിൽ എത്തും എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് 63ാം ദിനമാണ് സിനിമയുടേത്. ഇന്നും 53ഓളം ഷോകളിൽ നിന്ന് 1,200 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 12% മുകളിൽ ഒക്യുപ്പൻസിയിൽ സിനിമ 2 ലക്ഷം രൂപയാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. അതായത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഫൈനലായി വന്നത് 1,308ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ്. അതിനകത്തിൽ തന്നെ 1,53,000 രൂപയോളം വന്നു എന്നുള്ളതാണ്. ഇന്ന് അതേ സമയത്ത് 2 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാലും ഗംഭീരമായിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. 111,29,00,000 രൂപ സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 123.5 കോടിക്ക് മുകളിൽ സിനിമ എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് 303,15,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ ലോക തീർത്തിരിക്കുന്നത് ഒരു ചരിത്ര നിമിഷം തന്നെയാണ്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറി. അതുപോലെ തന്നെ മലയാള സിനിമയിലെ സർവത്ര റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വമ്പൻ വിജയമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി മാറുന്നു. സൗത്ത് ഇന്ത്യൻ സിനിമയുമായി മാറുന്നു. എന്തിന് നമുക്ക് കാശ്മീർ ഫയൽസിനെ പോലും വെട്ടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയും കാണാൻ കഴിയും. സിനിമ OTTയിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് ഒന്നാണ് കമൻസിലൂടെ പറയാം. എന്തായാലും OTTയിൽ വന്നാലും സിനിമ ഏകദേശം 20-25 ദിവസത്തോളം തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്യുകയാണ്. ഇനി പാതിരാത്രി എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്ന് 13ാം ദിനമാണ് പാതിരാത്രി എന്ന ചിത്രം. 151ഓളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 3,200ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഇന്ന് ഒക്യുപ്പൻസി 11%-ഓളമാണ്. ഇന്നലെ 7%-ആയിരുന്നുവെങ്കിൽ ഇന്നലെ ഫൈനലായി വന്നത് 4,33,000 രൂപയാണ്. ഇന്ന് ഇതുവരെ നേടിയിരിക്കുന്നത് 4,86,000 രൂപയാണ്. ഇന്ന് സിനിമ 6 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതായത് ഇന്നും സ്റ്റഡിയായിട്ട് സിനിമയ്ക്കൊരു 7-10 ലക്ഷം രൂപ വരെ നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. 2,01,00,000 രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ ട്രാക്കിങ്ങിലൂടെ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ. എന്താണെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2.5 കോടിയും കടന്ന സിനിമ 3 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. രതീന ഷർഷാദ് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം വമ്പൻ വിജയമായി മാറുമെന്നുള്ള പ്രതീക്ഷ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സിനിമകളുടെ പട്ടിക നിങ്ങൾ പറയാം. അതിനനുസരിച്ച് നമ്മൾ പുതിയ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും.